കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസമായിട്ട് വന്ന വാക്സിനിൽ ഒന്നാണ് കോവിഷീൽഡ് വാക്സിൻ. അപ്പോൾ ആ സമയത്ത് ജനങ്ങൾ ഈ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് നെട്ടോടെ ഓടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ആരും ഇതിന്റെ പാർശ്വഫലം എന്താണെന്നോ പാർശ്വഫലത്തെക്കുറിച്ചൊന്നും ആരും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ഇതിന്റെ പാർശ്വഫലം കണ്ടു തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറമെ തന്നെ കോവിഷീൽഡ് വാക്സിൻ എടുത്ത അവരുടെ വാക്സിൻ കാർഡിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ റിമൂവ് ചെയ്തതൊക്കെ ആയിട്ട് വലിയ വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇതിന്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്നും ഫോട്ടോ എന്തിനാണ് റിമൂവ് ചെയ്തത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. ഏകദേശം 175 കോടി കോവിഷീൽഡ് വാക്സിൻ ആണ് ഉണ്ടായിരുന്നത്. ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക് വാക്സിൻ എന്നാണ് ഈ വാക്സിന്റെ മുഴുവൻ പേര്. ഈ വാക്സിൻ ഉപയോഗിച്ചതിൽ 10 ലക്ഷത്തിൽ വെറും 6-7 ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ റിസ്ക് ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ആസ്ട്രാസെനിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ലക്ഷണം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഡോസ് എടുത്തവർക്ക് റിസ്ക് കൂടുതലും സെക്കൻഡ് ഡോസ് എടുത്തവർക്ക് റിസ്ക് കുറവാണ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു വാക്സിനായാലും ഏതൊരു മെഡിസിൻ ആയാലും അതിനൊരു സൈഡ് എഫക്ട്സ് 100% ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ആ ഒരു കൊറോണ കാലത്ത് ജനങ്ങളൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാക്സിൻ വരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന സമയത്താണ് നമ്മുടെ കോവാക്സിനും കോവിഷീൽഡ് വാക്സിനൊക്കെ മുന്നിൽ വന്നിട്ടുള്ളത്. അന്നൊന്നും ചിന്തിക്കാത്ത പ്രശ്നമാണ് ഇപ്പൊ പലരുടെയും മനസ്സിൽ ഇതൊരു ഭീതിയായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ എത്ര വലിയ റിസ്ക് ആണ് എടുക്കുന്നുള്ളതെങ്കിൽ വർഷത്തില് അതായത് 24 പേർക്കെങ്കിലും വാഹന അപകടം ഉണ്ടാകും എന്ന് തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പോളിയോ വാക്സിൻ ഒരു കാലത്ത് ഇന്ത്യയിലെ ഒരുപാട് മരണത്തിന് തന്നെ കാരണമായിരുന്ന നമ്മുടെ പോളിയോ രോഗം, ആ പോളിയോ രോഗത്തിന് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടാണ് പോളിയോ വാക്സിൻ തന്നെ കൊണ്ടുവന്നത്. ആ പോളിയോ വാക്സിനിൽ തന്നെ 2.7 മില്യൺ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും ഇന്നും പോളിയോ വാക്സിൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്നും ചിന്തിക്കാത്ത പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ ഈ കോവിഷീൽഡ് വാക്സിനിൽ ആൾക്കാർ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും മാറി ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് കാരണം. നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കാം? ഈ കൊറോണ വന്നതിന് കൊണ്ട് ഉള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മുടെയൊക്കെ ശരീരത്തിൽ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ വാക്സിൻ എടുത്തത് കൊണ്ടായിരിക്കാം നമ്മളിൽ പലരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് എന്ന് പോലും നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആ ഒരു രീതിക്ക് ചിന്തിക്കാതെ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഭീതി പടർത്തുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇത്തരം ന്യൂസുകൾ സ്പ്രെഡ് ആക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമായിട്ട് ഏകദേശം 35 ലക്ഷം മരണങ്ങൾ ഒഴിവാക്കാൻ കോവിഡ് വാക്സിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പല ഔദ്യോഗിക കണക്കുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു വാക്സിനും ക്ലിനിക്കൽ ട്രയൽ എന്ന ഒന്നുണ്ട്. അതിൽ ലാസ്റ്റത്തെ ട്രയൽ എന്ന് പറയുന്നത് 30,000 ആളുകളിലായിരിക്കും ഈ പരീക്ഷണം നടത്തുക. അപ്പോൾ 1 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് 30,000 ആളുകളിൽ ആ ഒരു സമയത്ത് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിന്റെ പാർശ്വഫലം അറിയാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ഈ വാക്സിൻ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാതെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ് കൂടുതലാണ് എങ്കിൽ നമ്മൾ ഉറപ്പായും ആ വാക്സിൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ആ ഒരു സമയത്ത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫേസർ വാക്സിൻ അതുപോലെ മോഡേൺ വാക്സിൻ ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ 5 ലക്ഷത്തിൽ ഒരാൾക്കെങ്കിലും ഈ റിസ്ക് ഉണ്ട് എന്നാണ് പല കണക്കുകളും ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഓർക്കണം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിദേശത്തേക്ക് പോലും നമ്മൾ കോവിഡ് വാക്സിൻ കയറ്റി അയച്ചത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം, കോവിഷീൽഡ് വാക്സിന്റെ ഇതിന്റെ കാർഡിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ റിമൂവ് ചെയ്തത് എന്തിനാണ് എന്ന്. ഇതിനു മുമ്പും നരേന്ദ്രമോദിജിയുടെ ഫോട്ടോ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നത് ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തത്. ഏതൊരു വാക്സിനും അത് ഏതൊരു മെഡിസിനും പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ഇത്തരം വാർത്തകൾ മൊത്തത്തിൽ പ്രചരിപ്പിച്ചത്, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് പരിഭ്രാന്തരാക്കുന്ന ഈ ഒരു നടപടി ശരിക്കും നമ്മൾ തന്നെയാണ് അവസാനിപ്പിക്കേണ്ടത്. കാരണം ഇനിയും ഇതിലും വലിയ മഹാമാരികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇത്തരം ആൾക്കാർ പറയും മുന്നത്തെ വാക്സിൻ എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇനി ഇതിലും വലുതായിരിക്കും ഇനി അടുത്ത വാക്സിൻ എടുത്താൻ വരാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇത്തരം ആൾക്കാർ പ്രചരിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും എന്തൊക്കെ മഹാമാരി വന്നു കഴിഞ്ഞാലും ജനങ്ങൾ ചിലപ്പോൾ മരണത്തിന് തന്നെ അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക.
അപ്പൊ പരമാവധി ഇത്തരം ന്യൂസുകൾ സ്പ്രെഡ് ആക്കുമ്പോൾ അത് കേൾക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരും തീർച്ചയായും ബോധവാന്മാരാവേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്.